ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വചനത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരുന്നല്ലോ. അഥവാ നിത്യനായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ട നിലനിൽക്കുന്ന വചനമാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിത്യം ജീവിക്കുന്ന വചനമാണിത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ആദ്യം പുറപ്പെട്ടതുപോലെ അത് ബോധം വരുത്തുവാനും വീണ്ടും ജനിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അത്ഭുതം പ്രവർത്തിക്കുവാനും കഴിയുന്ന വചനമാണ്. മാറ്റമില്ലാത്ത വചനം. അത് ഇന്ന് പച്ചപ്പുല്ലും നാളെ ഉണങ്ങിയതും പിന്നീട് ചാരവുമായി അത് തീരുന്നതല്ല. അഭിപ്രായങ്ങൾ മാറും, മനുഷ്യൻ മാറും, എന്നാൽ ഈ വചനം മാറ്റമില്ലാത്ത ദൈവം തന്നെ ഉച്ചരിച്ചതാകയാൽ മാറ്റമില്ലാത്തതും ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ചാരുവാൻ കൊള്ളാവുന്ന വചനം അതെന്നേക്കും നിലനിൽക്കുന്നു. അത് ജീവൻ, മരണം, ന്യായവിധി, നിത്യത ഇവ ഉൾക്കൊള്ളുന്നതുമാണ്. The words of Jesus contain not only the authority of God but the power, life, energy and ability of God. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശുവിൻ്റെ വചനങ്ങൾക്ക് അധികാരം മാത്രമല്ല, ശക്തിയും ജീവനും ഊർജവും കഴിവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതാണ് ആ അത്തിയെ നോക്കി കർത്താവ് ഫലമില്ലാതിരുന്ന സന്ദർഭത്തിൽ ശപിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നത് ആ അധികാരമാണ്. അതേപോലെ കടലിനോട് ശാന്തമാകാനായിട്ട് കൽപ്പിക്കുമ്പോൾ ആ കടൽ ആ അധികാരത്തിൻ്റെ മുമ്പിൽ ശാന്തമാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5 അപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തി അത് 5000 പേർക്ക് നൽകിയപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നാണ്. അവിടെ ശക്തിയും സൃഷ്ടിപരമായ ഊർജവും ആ വാക്കുകളിൽ അടങ്ങിയിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ അധികാരം, പക്ഷവാതം പിടിച്ചവനെ നോക്കി നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അധികാരവും ശക്തിയും അവിടെയും വെളിപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാം വാക്യത്തിൽ മറിയോട് ദൂതൻ പറഞ്ഞ വാക്കുകളിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാജ്യമായ തർജിമ, ദൈവത്തിൻ്റെ ഒരു വചനവും ശക്തിഹീനമാകയില്ല എന്നാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, ദൈവത്തിൻ്റെ വചനത്തിൽ അധികാരമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തീമോത്തിയോസിന്റെ ലേഖനം 4-ന്റെ 1-2 വാക്യങ്ങളിൽ ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക എന്നാണ്. അതെ, ആ വചനത്തിൽ അധികാരമുണ്ട്, വിടുതലുണ്ട്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ആ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ആ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഘോരമായ വേദനയാൽ യേശുവേ നീ പിടഞ്ഞുവല്ലോ. ക്രൂശിൽ കിടന്നു പിടഞ്ഞപ്പോഴും എനിക്കു വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. എന്നെ എൻ പാപത്തിൽ നിന്നു രക്ഷിക്കുവാൻ നിൻ തിരുരക്തം നീ ചിന്തിയല്ലോ. എന്നെ എൻ പാപത്തിൽ നിന്നു രക്ഷിക്കുവാൻ നിൻ തിരുരക്തം നീ ചിന്തിയല്ലോ. മണ്ണിൽ പ്രജാപതി, മണ്ണിൽ പ്രജാപതി രക്തം ചിന്തി യാഗമായി